ചോദ്യപേപ്പർ ചോർച്ചയിൽ എംഎസ് സൊല്യൂഷൻസ് സിഇഒ മുഹമ്മദ് ഷുഐബ് ചോദ്യം ചെയ്യലിനായി ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായി അന്വേഷണവുമായി സഹകരിക്കുമെന്ന് മുഹമ്മദ് ഷുഐബ് പറഞ്ഞു. മുഹമ്മദ് ഷുഐബിന്റെ വാക്കുകൾ കൂടി കേൾക്കാം. നിയമ നടപടിയുമായി പൂർണ്ണമായും സഹകരിക്കുമോ? എങ്ങനെയാ അല്ലെ ഇനിയിപ്പോ ഈ മൊഴിയെടുപ്പുമായി സഹകരിക്കും. തീർച്ചയായും ഇതിൻ്റെ വിവരങ്ങളുമായി ചേതൻ ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. ചേതൻ, നിയമ നടപടികളുമായി സഹകരിച്ചാലും ഇല്ലെങ്കിലും നിയമം അതിൻ്റെ വഴിക്ക് തന്നെ പോകും. അതല്ലല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ചേതൻ, എന്തൊക്കെയാണ് ഈ ഷുഐബിൽ നിന്നും ഇനി അറിയാനുള്ളത്? അതടക്കമുള്ള കാര്യങ്ങൾ ഏതൊക്കെ തരത്തിലാണ് ഈ ചോദ്യം ചെയ്യലിൻ്റെ ഒരു രീതി? അത്തരം വിശദാംശങ്ങളിലേക്ക് കൂടി ഒന്ന് പോയാൽ. അജിബ് ഷാദ്, ഈ ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിലാണ് ഇന്ന് ഒന്നാം പ്രതിയും അതുപോലെ തന്നെ എംഎസ് സൊല്യൂഷൻ്റെ സിഇഒമായിട്ടുള്ള മുഹമ്മദ് ഷുഹൈബിനെ ചോദ്യം ചെയ്യലിനായി ഇപ്പോൾ ഇവിടെ ഹാജരായിട്ടുണ്ട്. അല്പസമയം മുമ്പാണ് ഈ ഒന്നാം പ്രതി ഇങ്ങോട്ടേക്ക് ഹാജരായിരിക്കുന്നത്. ഈ ഹാജരാവുന്ന തൊട്ട് മുമ്പ് ഇയാൾ മാധ്യമങ്ങളെ കണ്ടിരുന്നു. ഇയാൾ പറഞ്ഞത് താൻ അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കുമെന്നാണ്. അല്പസമയം മുമ്പ് ക്രൈംബ്രാഞ്ച് എസ് മാധ്യമങ്ങളെ കണ്ടിരുന്നു. ഉച്ചയ്ക്ക് ശേഷം വ്യക്തമായി, ഈ ചോദ്യം ചെയ്യലിന് ശേഷം വ്യക്തമായി കാര്യങ്ങൾ പറയാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഈ മാസം 25-ാം തീയതിക്കുള്ളിൽ ഹൈക്കോടതിയിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുണ്ട്. ഹൈക്കോടതി പക്ഷേങ്കിൽ ഹൈക്കോടതി ഇയാൾക്ക് 25-ാം തീയതി വരെയുള്ള അറസ്റ്റ് തടഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. പക്ഷേങ്കിൽ ഈ അറസ്റ്റ് തടഞ്ഞിരിക്കുമ്പോൾ തന്നെ ഹൈക്കോടതി വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട്. അതായത് ഈ മുഹമ്മദ് ഷുഹൈബ് അന്വേഷണ ഉദ്യോഗസ്ഥരുമായി സഹകരിക്കണം എന്ന ഒരു നിബന്ധനയിലാണ് ഇയാൾക്ക് ഇയാളുടെ അറസ്റ്റ്. തീർച്ചയായും ചേതനാണ് വിവരങ്ങൾ നൽകിയത്. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായ ഏതെങ്കിലും കേന്ദ്രത്തിൻ്റെ സഹായം ലഭിച്ചിട്ടുണ്ടോ? ഏത് അർത്ഥത്തിലാണ് ചോദ്യപേപ്പർ ഇവരുടെ കയ്യിലേക്ക് എത്തിയത്? അങ്ങനെ എത്തിയിട്ടുണ്ടോ? യാദൃച്ഛികമാണോ? ഇത്യാദി കാര്യങ്ങളെ സംബന്ധിച്ചുള്ള പരിശോധനകളാണ്. പക്ഷേ ഇതുവരെയുള്ള പരിശോധനകളിൽ ബോധ്യമാക്കിയ കാര്യങ്ങൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യുകയാണ്. പക്ഷേ കോടതിയുടെ വിലക്ക് ഉള്ളതുകൊണ്ടാണ്, ഈ അറസ്റ്റ് തടഞ്ഞ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ് അറസ്റ്റ് രേഖപ്പെടുത്താത്തത്. എന്തായാലും ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യലിന് ഹാജരായിരിക്കുന്നു മുഹമ്മദ് ഷുഐബ് എന്നുള്ളതാണ്. ചേതനാണ് അവിടെ നിന്നും സമഗ്ര വിവരങ്ങൾ നൽകിയത്.